സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കായി പരമാവധി വിട്ടുവീഴ്ച ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിനോട്. ഇതിൽ കൂടുതൽ ഉറപ്പ് നൽകാനാകില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിഷയമായതിനാൽ പെട്ടെന്ന് പ്രഖ്യാപിക്കാനാകില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. മിനിസ്റ്റർക്ക് എന്താ തോന്നുന്നത് ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ? അല്ല, അവരോട് ഗവൺമെൻറ് നിലപാട് പറഞ്ഞു. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയുടെ മിനിറ്റ്സ് അവരെ വായിച്ച് കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ ഒരു സമരം ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൽ കൂടുതലൊരു ഉറപ്പ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ, 3 മാസത്തിനകം അതിൻ്റെ തീർപ്പ് വരും. സാമ്പത്തികപരമായി എടുക്കേണ്ട ബാധ്യത പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഫൈനാൻസ് കാണണം, ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാണണം, അതിൻ്റേതായ നടപടിക്രമങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം 3 മാസം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. ബാക്കിയെല്ലാം അവർക്ക് പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഒരു സമരത്തിനും ഉറപ്പുണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. പരമാവധി ഇതിൽ കൂടുതൽ എത്രയോ സമരങ്ങൾക്ക് നമ്മൾ ഒത്തുതീർപ്പിന് പോയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരു ഒത്തുതീർപ്പ് കാണാൻ വേണ്ടി കഴിയുകയില്ല. അപ്പോൾ അവരത് ആലോചിച്ചിട്ടൊന്നും പറയാമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. വീണ മിനിസ്റ്റർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് അവരെ ചിന്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശാപ്രവർത്തകർക്കൊപ്പം ആദിൽ പാലോട് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. വി ശിവൻകുട്ടി മന്ത്രി നൽകിയ ഉറപ്പുകൾ അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ അത് ഒരു പോസിറ്റീവായിട്ടാണ്. നേരത്തെ നടന്ന ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുമായുള്ള ചർച്ച പോലെയല്ല. ആശാപ്രവർത്തകർ കുറച്ച് പോസിറ്റീവായ ഒരു മുഖഭാവത്തോടെയാണ് ആ ചർച്ചയ്ക്ക് ശേഷം തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടത്. അവർക്കിടയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ എന്തുറപ്പ് നൽകാനാണ് സർക്കാർ? കൃത്യമാണ്. സർക്കാരിൻ്റെ നിലപാട് ഒന്നുകൂടി വി ശിവൻകുട്ടി തൊഴിൽ മന്ത്രി ആവർത്തിച്ചു പറയുകയാണ്. ഞാനിപ്പോൾ സമരക്കാരുടെ സമരപ്പന്തലിലാണുള്ളത്. സുജയ, 58ാം ദിവസമാണിന്ന് രാപകൽ സമരം. 20ാം ദിവസത്തിലേക്ക് നിരാഹാര സമരവും കടക്കുകയാണ്. ഇന്നലെയാണ് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. 3 തവണ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലും 2 തവണ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിലും ചർച്ച നടന്നെങ്കിലും പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തൊഴിൽ മന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് തൊഴിൽ മന്ത്രി തന്നെ കൂടുതൽ താല്പര്യമെടുത്താണ് ഇന്നലെ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്ക് ശേഷം ഒരു പോസിറ്റീവായ സമീപനമാണ് മന്ത്രിയിൽ നിന്നുണ്ടായത് എന്ന് ആശാപ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വി ശിവൻകുട്ടി തൊഴിൽ മന്ത്രി റിപ്പോർട്ടർ ടിവിക്ക് പ്രതികരണം നൽകുന്നത്. പ്രതികരണത്തിൽ കൃത്യമാണ്, ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പലതരം സമരങ്ങളും ഒത്തുതീർപ്പ് ചർച്ചകളും താൻ നടത്തിയിട്ടുണ്ട്. ഇതിന് താഴോട്ട് ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും സർക്കാരിന് മുന്നിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടായി വി ശിവൻകുട്ടി പറയുന്നത്. 3 മാസത്തെ പഠന സമിതി എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആ സമിതി നിർദ്ദേശം 1 മാസമാക്കി ചുരുക്കുന്നത് പരിഗണിക്കാം എന്നതായിരുന്നു ഇന്നലെയുള്ള ചർച്ചയിലെ നിർദ്ദേശം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. തത്വത്തിൽ ഈ പണം അനുവദിക്കാമെന്നും ഓണറേറിയം വർധന നൽകാമെന്നുമൊക്കെ സർക്കാർ അംഗീകരിച്ചതാണ്. ഇപ്പോൾ സമരസമിതി നേതാവ് എം എ ബിന്ദു ചേരുന്നുണ്ട്. ശിവൻകുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇനി സർക്കാരിന് ഇതിൽ കൂടുതൽ താഴേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ശിവൻകുട്ടി തന്നെ പറയുന്നത്. അല്ല, അദ്ദേഹത്തിനോട് നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഒരു തുക പ്രഖ്യാപിക്കാതെ നമ്മൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം എന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അന്നത്തെ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള മിനിറ്റ്സ് അദ്ദേഹം വായിച്ച് ഏൽപ്പിച്ചു. പക്ഷേ എന്താണ് അപ്പോൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സം? ഇപ്പം എടുപിടിയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക നില പരിഗണിച്ച് ഒരു റിപ്പോർട്ട് വേണ്ടേ? സാമ്പത്തികമായി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഇല്ല, അതിനിപ്പോൾ നമ്മൾ 2 മാസമല്ലോ സമരം തുടങ്ങിയിട്ട്. അതിന് എത്രയോ നാൾ മുമ്പ് നമ്മൾ നിവേദനം കൊടുത്താണ്. അപ്പം ഈ 2 മാസത്തിനുള്ളിൽ ഇതുവരെ എന്തെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിക്കാറായിട്ടില്ലേ? അത് വേണ്ടേ? സ്ത്രീകൾ ഇവിടെ ഒന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അത്ര നിസ്സാരമായിട്ടാണോ കാണേണ്ടത്? 1 മാസമാക്കി പഠന സമിതിയുടെ കാലാവധി ചുരുക്കുകയും നടപടി 1 മാസത്തിനെടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ അതിനോടുള്ള സമീപനം ഇല്ല, അത് വരട്ടെ. അത് തീരുമാനമായില്ലല്ലോ. മിനിസ്റ്റർ അഭിപ്രായമല്ലേ പറഞ്ഞ്. ആരോഗ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഞങ്ങൾ പറഞ്ഞ് ബന്ധപ്പെട്ട സംസാരിക്കേണ്ടവരോട് എല്ലാവരോടും സംസാരിക്കുക, എന്നിട്ടൊരു തീരുമാനം. ഒരു പോസിറ്റീവായ തീരുമാനം എടുക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. സർക്കാരും ഒരു പോസിറ്റീവായ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. ദിവസങ്ങളിൽ എം എ ബേബിയുടെ അടക്കം പ്രതികരണം, ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമുള്ള പ്രതികരണം വന്നിരുന്നു. ഒരു വിമോചന സമരത്തിന്റെ സാധ്യതകളാണ് എന്നുള്ളത്. അതിനോടൊക്കെ എന്താ കാണുന്നത്? അതെന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇത് അവർ തന്നെ പറയുന്നതനുസരിച്ച് വളരെ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ്. അതെങ്ങനെ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്?
അപ്പോൾ ഭയമുണ്ടല്ലേ എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ അല്ലെങ്കിൽ മതേതര ചിന്തകൾക്കൊക്കെ വളരെ വിള്ളലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ CPM പോലെ ഒരു പ്രസ്ഥാനത്തിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു സങ്കുചിതമായ രാഷ്ട്രീയ കണ്ണിലൂടെ കാണാതെ ഒരു വിശാലമായ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ സമരത്തെ കാണുകയും അഭിപ്രായം പറയുകയും സമരത്തിൽ കാരണം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യം അദ്ദേഹത്തിന് മുന്നിലെത്തുന്ന തൊഴിലാളികളുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ ആ അളവിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഏതായാലും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് പല നിലപാടില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 12-ാം തീയതി ഒരു പൗരസാഗരം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇന്ന് വരെ നമ്മൾ ഈ സമരത്തിൻ്റെ നാൾ വഴികളിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അക്ഷരാർത്ഥത്തിൽ അതൊരു സാഗരമാക്കി മാറ്റാനുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ 14 ജില്ലകളിൽ നടക്കുന്നുണ്ട്. അതങ്ങനെയായിത്തീരും. ഈ MA ബിന്ദു ഇന്നലെ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയ പ്രതിനിധികളിൽ ഒരാളാണ്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് തന്നെയാണ് സർക്കാരിനോട് തിരിച്ചും പറയാനുള്ളത്. സർക്കാർ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം, സർക്കാർ പോസിറ്റീവായി ചിന്തിക്കുകയാണ് വേണ്ടത്, തങ്ങൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു എന്ന നിലപാടാണ് സമരസമിതിക്കുള്ളത്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. പലതരം ചർച്ചകൾ നടക്കുന്നു, പക്ഷേ ഒന്നും ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സമരം തീരട്ടെ, കാരണം എത്ര ദിവസമായി അവർ സമരം ഇരിക്കുകയാണ്. അതിലൊരു അനുഭവപൂർവമായ തീരുമാനത്തിലേക്ക് എത്തി അവരുടെ ഒരു ദുരിതം തീരുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമ്മളും ആശിക്കുകയാണ്. താങ്ക് യു.